നമ്മളതെല്ലാം മറന്ന് യൂണിഫോം ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വിസിലെടുത്ത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിരിച്ച മുഖേ കാണാൻ പാടുള്ളൂ. നമുക്ക് 100 വിഷമങ്ങൾ ഉണ്ടാവും, 100 ടെൻഷൻ ഉണ്ടാവും. ഞാൻ കുറെ കാലമായിട്ട് ഇമേജിക്ക് പർച്ചേസ് ചെയ്യാനും ഇതേപോലെ റീൽ എടുക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം കണി കാണുന്ന ആളാണ് മൂപ്പര്. അത്രയും ബന്ധമായിട്ടുണ്ട്. അപ്പം മൂപ്പര് ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് ഇതിലൂടെ പങ്കുവെക്കാൻ വിചാരിച്ചിട്ടാട്ടോ. പൊതുവേ മൊത്തത്തിൽ നമ്മൾ ഏതൊരു സ്ഥാപനത്തേക്ക് പോകണമെങ്കിൽ സെക്യൂരിറ്റിമാരൊക്കെ അവിടെ ഉണ്ടാവും. നമുക്ക് വണ്ടി ഒന്ന് മാറ്റിയിട് അല്ലെങ്കിൽ അവിടെ നേരെ അപ്പുറത്തിടുന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്നും അവരെ പരിഗണിക്കാതെ ഒന്നും ചെയ്യരുത്. കാരണം അവർക്കൊക്കെ നല്ലൊരു റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ? അതെ അതെ, കാരണം അവരെന്തെങ്കിലും കാരണമില്ലാതെ പറയില്ല. കാരണം അടുത്ത വാഹനക്കാരന് ബുദ്ധിമുട്ട് വരരുത്, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന് തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും പറയും. അപ്പൊ നമ്മളത് അതാണ് അതിനാണല്ലോ ഈ ആളെ നമ്മൾ നിർത്തിയിരിക്കണം. അപ്പൊ അവർ പറയുമ്പോൾ അവരുടെ കൂടെ നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ, അത് വരുന്ന ആളും കൂടി സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും വലിയ മുഷിപ്പില്ലാതെ പോവാം. മറ്റേത് നമ്മൾ ഒരു വാഹനം മറ്റൊരു വാഹനം തട്ടുമ്പോഴാണ് ഇതിന്റെ ഫുള്ള് ഉത്തരവാദിത്വം സെക്യൂരിറ്റിക്കാണ്. വരുന്ന ആൾക്കാർ കൂടി സഹകരിക്കുമ്പോൾ സെക്യൂരിറ്റിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. മറ്റേത് ആ വണ്ടി എടുക്കുന്നവരെ അദ്ദേഹത്തിന് എങ്ങോട്ടും മാറാൻ പറ്റില്ല. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഏത് സ്ഥാപനത്തേക്ക് പോവുകയാണെങ്കിൽ എവിടേക്ക് പോവുകയാണെങ്കിലും ഇതേപോലെ യൂണിഫോം ഇട്ടുള്ള സെക്യൂരിറ്റിമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ. അവർ സംഭവം മാസം സാലറിക്കേക്കും ജോലിക്ക് നിൽക്കുന്നുണ്ടാവുക, പക്ഷേ കമ്പനി കൊടുത്ത റൂൾസ് പ്രകാരം തന്നെയുള്ളൂ ഇവർ വർക്ക് ചെയ്യുക. അതിന് നമ്മളെ ഭാഗത്തു നിന്ന് തെറിയോ കാര്യങ്ങളോ ഒന്നും അവർക്ക് വിളിക്കരുത്. നമ്മളെ പോലെ ഫാമിലി നോക്കണ ആൾക്കാർ തന്നെയാണ് ഇവർ. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങളാണ്. അതായത് സെക്യൂരിറ്റിമാർ വിഷമിച്ചിരിക്കുന്നതും, കാരണം ആര് കാർ എടുത്ത് വരികയാണെങ്കിലും കുറേ ഒരു ദിവസം ഒരുപാട് കേൾക്കുന്ന ഒരു ഫീൽഡാണ് ഈ സെക്യൂരിറ്റി ഫീൽഡ്. ആ ഒരു മാനസികാവസ്ഥയും കൊണ്ടേ വരാൻ പറ്റുള്ളൂ ഈ ജോലിക്ക്. മണ്ണാർക്കാടിനെ സംബന്ധിച്ചുള്ള സെക്യൂരിറ്റി എന്താന്നുള്ളത് അറിയാത്ത കുറെ പേര്. കാരണം അത് മണ്ണാർക്കാടിന്റെ ഒരു സ്വഭാവമാണ്. മണ്ണാർക്കാടിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 7-10 കൊല്ലം ആയിട്ടുള്ള സെക്യൂരിറ്റിയെ കാണാൻ തുടങ്ങി. ബാക്കിയൊക്കെ നമ്മള് ലോങ് പോകുമ്പോൾ അവിടെ സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ കൗതുകത്തിൽ ഇങ്ങനെ നോക്കിയിരുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പോലീസുകാരെ നോക്കണ ആ ഒരു കണ്ടെയ്നറുകളൊക്കെ നോക്കും. ഇപ്പൊ എല്ലാ സ്ഥാപനത്തിന് മുമ്പിൽ ഈ സംഭവം ഉണ്ട്. അപ്പൊ അവര് നിവൃത്തികേട് കൊണ്ടാണ് വരുന്നത്. അത് എനിക്കറിയാം. അതായത് ഒരു വാല്യൂ തരുന്നില്ല എന്നുള്ളതുണ്ട്. അത് ഇനി എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം ഷെയർ ചെയ്ത് ഇങ്ങനത്തെ ഫീൽഡിൽ നിൽക്കുന്നവർക്കൊക്കെ നല്ലൊരു റെസ്പെക്റ്റും വാല്യൂ തന്നിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഉള്ള ജോലി വൃത്തിയായി ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ. അതേപോലെ തന്നെ ചേട്ടന്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ അടുത്ത്. വളരെ നല്ല വീഡിയോ ആണ്. എല്ലാം അതായത് സാധാരണക്കാരനടക്കം മനസ്സിലാവുന്ന ഭാഷയിൽ, നമ്മൾ നാടൻ ഭാഷയിലാണ് മൂപ്പരെ വീഡിയോ ചെയ്യുന്നത്. അത് വളരെ നന്നായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കണ്ടപ്പോൾ തന്നെ മൂപ്പർക്ക് വിഷ് ചെയ്തിരുന്നു. വീണ്ടും ഒന്നും കൂടി വിഷ് ചെയ്യുന്നു. വീണ്ടും വളർന്ന് മുകളിലേക്ക് വരട്ടെ. ശരി അല്ലേ?